എല്ലാവർക്കും സ്വാഗതം. ഇത് നമ്മൾ ഒരു സ്ഥലത്ത് വരെ പോകുമ്പോൾ ഒരു മലയിലാണ്. അപ്പൊ നമുക്ക് അവിടെ പോയിട്ടുള്ള അവിടുത്തെ വിശേഷങ്ങളെല്ലാം എടുക്കാൻ പോലെ ഗൈസ്. അപ്പൊ നമുക്ക് അങ്ങോട്ട് പോവാം. ഓ ഗൈസ്, അവിടെ ഒരുപാട് ദൂരം ഉണ്ടായിരുന്നു. അപ്പോഴത്തേക്ക് അത്ര നിങ്ങളെ അടിച്ച് ബോറടിപ്പിക്കാതിരിക്കാന്ന് ഞാൻ വിചാരിച്ചു. അതുകൊണ്ട് ഇപ്പൊ കുറച്ച് ദൂരം കഴിഞ്ഞ് വന്നിട്ടാണ് എടുക്കുന്നത്. ഇതിപ്പോ ആ മലയിലോട്ട് പോകുന്ന വഴിയാണ്. അപ്പോഴത്തേക്ക് നമുക്ക് ബാക്കി കൂടെ പോകാം. ഇവിടെ ഏറ്റവും ഉണ്ടായിരുന്നു ഗൈസ്. ഇപ്പൊ എനിക്ക് അത്യാവശ്യം ഇറക്കമാണ്. ഞാൻ ഈ റൂട്ട് ആദ്യമായിട്ടായിരുന്നു വരുന്നത്. ആദ്യമായിട്ട് സൗണ്ട് കിട്ടിയില്ല. നല്ല ഇറക്കമാണ്. ഇപ്പൊ അത്യാവശ്യം ഇറക്കം ഉണ്ടായിരുന്നു ഗൈസ്. ഇനിയിപ്പോ അവിടെ ഒരു അമ്പലം ഉണ്ട്, അത് കാണിച്ചു തരാം. ഇറക്കമുണ്ട് ഗൈസ്. ഇതാണ് അമ്പലം. എനിക്ക് അറിഞ്ഞൂടാ. ഇതാണ്ട് ഇവിടെ വലിയ ഗേറ്റുണ്ട്. ഗീറാണ്ട് പെട്ടെന്ന് കയറി പോകും. അത്യാവശ്യം നല്ല ഇച്ചിരി പാടാണെങ്കിൽ നല്ല ഗീറാണ്ട് നമ്മൾ ഏകദേശം എത്തിയിട്ടുണ്ട്. ക്ഷീണിച്ച് ഇനിയാണ് നമ്മൾ കാണിക്കാൻ പോണേ. നമുക്ക് വണ്ടി ഇങ്ങോട്ട് നിർത്താം. ഓക്കെ, ഇതാണ് നമ്മളുടെ മലയെന്ന് പറഞ്ഞത്. മലയായിട്ട് ഒന്നും ഇല്ല, ഒരു പാറ ഇതാണ്. പക്ഷെ എനിക്ക് അറിഞ്ഞൂടാ, ഞാൻ ആദ്യമായിട്ടല്ലേ വരുന്നത്. അതുകൊണ്ട് എനിക്ക് കറക്റ്റായിട്ട് അറിഞ്ഞൂടാ. എന്നാലും നമുക്ക് അവിടോട്ട് കയറാം. പിന്നെ ഉള്ളത് ഒരു സീനറിയാണ്. ഇവിടെ ഫോട്ടോ എടുക്കാൻ പൊളി സംഭവമാണ്. ഇവിടെ മഞ്ഞൊക്കെ ഉണ്ട് ഗൈസ്. കണ്ട ഇപ്പം 4 മണി സമയമുണ്ട്. 5 മണിയോ 4 മണിയോ വേണ്ട, നല്ല മഞ്ഞുണ്ട് ഇപ്പം. രാവിലെ എന്നാലും അത്യാവശ്യം നല്ല മഞ്ഞുണ്ട് ഗൈസ്. പിന്നെ വേണ്ട, ഇവിടെ ഒരു പാറക്കുളം ഉണ്ട്. പിന്നെ നല്ലൊരു കാടാണ് ഗൈസ്. പിന്നെ ഒരു മാമ ഇരുന്ന് അവിടെ ചൂണ്ടയെടുത്ത് കാണാൻ പറ്റത്തില്ല കറക്റ്റായിട്ട്. പിന്നെ നല്ല കാറ്റ് ഉണ്ട്. അതൊക്കെയാണ് ഇവിടെ പറയാനുള്ളത്. ഇന്ന് നമുക്ക് അവിടോട്ട് കൂടെ ഉണ്ട്. ഞാൻ അവിടോട്ട് പോയി കാണിച്ചു തരാം ഗൈസ്. അതിപ്പോൾ നമുക്ക് ഇവിടെ കയറിയിട്ട് നമുക്ക് അവിടോട്ട് പോകാം ഗൈസ്. ഇവിടെ നടന്നു കയറാനേ പറ്റൂ, വണ്ടി എടുക്കാൻ പറ്റത്തില്ല ഗൈസ്. അപ്പോൾ നമുക്ക് കയറിയിട്ട് വേണം. ഇത് കാടാണ് ഗൈസ്. വീടിനെ പറഞ്ഞപ്പോൾ ഞാൻ തെന്നിട്ടു. അല്ല പിന്നെ കണ്ടിരിക്കുന്നു. ഇവിടെ നോക്കിയാൽ ഇതാണ് സീനറി അവിടുത്തെ. ഇതാണ് നമ്മൾ സ്പൈഡർമാൻ നേരത്തെ പറഞ്ഞ പോട്ടൻ. ഗൈസ് ഫോട്ടോ ഇരിക്കുന്നു. ഇതാണ് നമ്മളെ നമ്പർ 2 അവർ നാടാണ്. പൊട്ട എടുത്ത് കല്ലെടുത്ത് ചെറിയ നടക്കാൻ പറ്റുന്ന വഴിയുണ്ട്. ഇവിടെ ശിവനുണ്ട്. അത് ഇവിടെ ഭയങ്കര വലിയ ഉത്സവമാണ്. കുറെ കെട്ടിയാഴ്ചയൊക്കെ ഉണ്ട് ഈ അമ്പലത്തിൽ. പിന്നെ അത് ഉത്സവത്തിന് വെച്ച് പൂരത്തിന് വെച്ചതാണ് ഈ ശിവൻ. പക്ഷെ അവിടെ പാറ കണ്ട അടുത്താണ് പാറ. നമുക്ക് അവിടെ നിൽക്കാൻ പറ്റുന്നത്, തന്നെ പോയാൽ അതും കൂടെ ആവും. നമ്മൾ അതുകൊണ്ട് ആ വഴി കൂടെയാണ് നമ്മൾ വന്നത് ഗൈസ്. നമ്മൾ കെട്ടി വെച്ചേക്കുവാണ്. ഇവിടെ നമ്മൾ ഇത്രയേ ഉള്ളൂ. പിന്നെ തോട്ട് അവിടെ നല്ല പച്ചപ്പ് സ്ഥലമുണ്ട്. നമുക്ക് അവിടെ പോകുമ്പോൾ കാണാം. ഇത്രയേ ഉള്ളൂ ഇവിടെ പറയാനുള്ളത്. നമുക്ക് പാറ അറിയാം. അതുകൊണ്ട്
ഇവിടെ കയറാൻ എനിക്ക് ചെറിയ പേടിയുണ്ട്. കാരണം ഇവിടെ പാമ്പ് വല്ലതും ഉണ്ടെങ്കിൽ എനിക്ക് വയ്യ കടി കൊള്ളാൻ. പൊട്ടന്മാർ 2 എണ്ണവും കയറി പോയിട്ടുണ്ട്. ഉമ്മാർ പഠിക്കുന്നത് 2 പേരും ഇപ്പം 10ലാണ്. 10 കഴിഞ്ഞില്ല, 10 ഇനി 10ലാണ്. നമുക്ക് താഴോട്ട് പോവാം. ഇവിടെ ഇറങ്ങാത്തന്നെ താഴെ പോയി കിടക്കാൻ കഴിയും. അവന്മാര് കല്ലൊക്കെ എടുത്തെറിയുന്ന കഴിയും. നമ്മളിപ്പോ അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. അവിടെ നിൽക്കാൻ പറ്റത്തില്ല. ഇനി നമുക്ക് അവരോട് പോയി കാണിക്കാം. അതിന് നമുക്ക് ചുമ്മാ സൈക്കിൾ എടുക്കാം. ഒരു കുരങ്ങൻ നോണ്ടിരുന്ന് എന്തൊക്കെയോ പറയുന്നത്. നിങ്ങളത് കാര്യമാക്കണ്ട. കേൾക്കാൻ പറ്റുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. നമുക്ക് അങ്ങോട്ട് പോവാം. ഒരു പതുക്കെയാണ് ഇപ്പൊ പോകുന്നത്. കാരണം ചേട്ടൻ വീഡിയോ എടുത്ത് നടക്കുവാണ്. അതുകൊണ്ട് പതുക്കെ പോകുന്ന കഴിയും. ഇവിടെ ഒരു പാറയുണ്ട്, പക്ഷെ ഇവിടെ കയറാൻ പറ്റത്തില്ല, വഴിയില്ല. പറയുമ്പോ എന്റെ കൺട്രോളൊന്നും തെറ്റിപ്പോകുന്നത്. നമുക്ക് ഇവിടെ നിർത്താം. ഇവിടെ നിർത്താം. കാരണം താഴെ കുഴിയാണ് മൊത്തം. പോയാൽ പിന്നെ നമുക്ക് കയറി വരാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് നമ്മൾ ഇവിടെ വണ്ടി നിർത്തിയത്. കണ്ടോ ഗയ്സ്, ഭയങ്കര വലിയ കുഴിയാണ് ഇവിടോട്ട്. ഇവിടെ നല്ല സ്ഥലമുണ്ട്. പിന്നെ അവിടെ പാറയുണ്ട്. കണ്ടോ സീനറി? ഇത് വലിയ സീനറി ഇല്ല. എനിക്ക് ഇഷ്ടപ്പെട്ട മറ്റേ അപ്പുറത്തെ സൈഡിലാണ്. കാരണം അവിടെ നല്ല രസമാണ്. നമുക്ക് ഇനി അങ്ങോട്ട് പോവാം. പിന്നെ ഗൈസ് ഇവിടെ വെച്ച് വണ്ടി വെച്ച് ഫോട്ടോ എടുക്കാൻ നല്ല രസമാണ്. ഇപ്പം അപ്പുറത്തെ സൈഡിൽ നിന്ന് ഇങ്ങനെ എടുത്താൽ നല്ല രസമാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ തന്നെ ഒരു ദിവസം കാണിച്ചു തരാം ഈ സൈക്കിൾ വെച്ച്. ഗൈസ് സ്റ്റാൻഡിട്ട് സൈക്കിൾ വെച്ചിട്ടുണ്ട്. ഇച്ചിരി ഫിൽറ്ററൊക്കെ ഇട്ട് എടുത്താൽ കിടിലായിരിക്കും. കിടിലോക്കിയായി. ഞാൻ പറഞ്ഞില്ലേ നല്ലതായിരിക്കും. അവിടെ ഈ പാറയിലാണ് നമ്മൾ നേരത്തെ കയറിയത്. സൂം ചെയ്യാൻ പറ്റുമോ? സൂം ചെയ്യാൻ പറ്റും. കണ്ടോ ഗൈസ്, കയറുന്നൊക്കെ ചോദിച്ചു. പക്ഷെ നമുക്ക് അഡ്വഞ്ചർ ആയിട്ടുള്ള പഠിക്കുന്ന നമ്മൾ നിൽക്കാൻ പാടില്ല. മുഖക്കുത്തി വീണാൽ എനിക്ക് വയ്യ. കാരണം ഞാനതിൽ ഏറ്റവും ഇളയ ആള്. ബാക്കി എല്ലാവരും മൂത്തതാണ് ഗൈസ് എന്നെക്കാൾ. അവിടോട്ട് കൂടെ നല്ല സീനറി ഉണ്ട് ഗൈസ്. ഇതാണ് റെഡ് ഉടുപ്പിട്ട അണ്ണൻ്റെ സൈക്കിള്. റെഡ് തന്നെ. കണ്ടോ ഗൈസ്, ഇവിടെ ചെറിയ ഷീറ്റ് അടിച്ചിട്ടുണ്ട്. JCB ആണ് എന്താണ്ട് പണി ചെയ്യുന്നതിൻ്റെ സൗണ്ടാണ് നിങ്ങൾ കേൾക്കുന്നത്. ഇപ്പം സൗണ്ട് കുറഞ്ഞു. കണ്ടോ ഗൈസ്, ഒരു ഉണ്ടപ്പാറ. ഇത്രയും വലിയ പാറയല്ല. നമ്മൾ അന്ന് ഒരു ദിവസം വീഡിയോ ഇട്ടായിരുന്നല്ലോ ഗൈസ്. ഇത്രയും വലിയ പാറയല്ലായിരുന്നു. അത് ഇച്ചിരി കൂടെ ചെറിയ പാറയാണ്. പക്ഷെ അവിടെ ഒരുപാട് പാറയുണ്ട്. ഇവിടെ നല്ല പാറയുണ്ട് ഗൈസ്. ഇതൊക്കെയാണ് ഇവിടുത്തെ വിശേഷം. ഇത്രേ ഉള്ളൂ. നമ്മൾ ഈ വഴി കൂടെയാണ് കയറി വന്നത്. ഇത് അങ്ങ് ഇറങ്ങാൻ പറ്റും. അങ്ങ് ഇറങ്ങാൻ പറ്റും. എനിക്ക് കറക്റ്റായിട്ട് അറിഞ്ഞില്ല.
ഇവിടെ കയറണ്ട കടിയിൽ കിടക്കുന്ന കേസ്. ഇതിപ്പോ ഈ വീഡിയോ ഒരുപാട് ലെങ്ത് ആയി വിചാരിക്കുന്നു. അപ്പോഴത്തേക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം.